എല്ലാവർക്കും നമസ്കാരം. ഇംഗ്ലീഷ് ഒട്ടും അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 5ാമത്തെ ക്ലാസ്സാണിത്. ഇന്ന് നമ്മൾ ടെൻസസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ടെൻസസ് മിക്കവർക്കും തന്നെ കുറച്ച് പ്രയാസമുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷെ നമ്മൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. സോ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഈ ടെൻസ് പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന 2 ഓക്സിലറി വേർബ്സ് ആണ് ഡൂവും ഡസും. ഇനി എപ്പോഴാണ് ഡു യൂസ് ചെയ്യുന്നത്? സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ. അപ്പോൾ ഏതൊക്കെയാണ് പ്ലൂറൽ സബ്ജക്ട്സ്? ഐ, യു, വി, ദേ. സോ ഈ സബ്ജക്ട്സിൻ്റെ കൂടെ നമ്മൾ ഡു യൂസ് ചെയ്യണം. അതേപോലെ തന്നെ ഡസ് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്? സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ. സിംഗുലർ സബ്ജക്ട്സ് ഏതൊക്കെയാണ്? ഹി, ഷീ, ഇറ്റ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേര് വരുവാണെങ്കിൽ അതിൻ്റെ കൂടെ യൂസ് ചെയ്യേണ്ട ഓക്സിലറി വേർബ് ഡസ് ആണ്. ഇനി നമ്മൾ മലയാളത്തിൽ ഇപ്പം നമ്മളിങ്ങനെ പറയത്തില്ലേ, ഞാൻ വരുന്നു അല്ലെങ്കിൽ ഞാൻ പോകുന്നു, അവൻ വരുന്നു, അവൻ പാടുന്നു, ഇങ്ങനെയുള്ള സെൻറ്റൻസുകളില്ലേ, അത്തരം സെൻറ്റൻസുകൾ പറയാനാണ് നമ്മൾ ഈ ടെൻസ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഞാൻ പോകാറുണ്ട്, വരാറുണ്ട്, ഈ ഒരു രീതിയിലുള്ള സെൻറ്റൻസ് പറയാനും നമ്മൾ ഈ ടെൻസാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഞാൻ എഴുതുന്നു എന്ന് പറയണം. അപ്പോൾ നമുക്കറിയാം ഞാൻ എന്ന് പറയാൻ ഐ എന്നാണ്, എഴുതുക എന്നുള്ളത് റൈറ്റ് ആണെന്നറിയാം. സോ ഐ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതുന്നു എന്നാണ് മീനിങ്. ഇനി അവർ ചിരിക്കുന്നു എന്ന് പറയണം. അപ്പോൾ നമുക്കറിയാം അവർ എന്ന് പറയാൻ ദേ എന്നാണ്. ചിരിക്കുക എന്നുള്ളതിന് ലാഫ് എന്നാണ് പറയുന്നത്. സോ ദേ ലാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ചിരിക്കുന്നു. സോ ഈ ഒരു ടെൻസിൽ നമുക്ക് എന്ത് കാര്യം പറയണമെങ്കിലും അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ ആദ്യം സബ്ജക്റ്റ് പിന്നെ വേർബ് എഴുതിയാൽ മതി. ഇവിടെ നമ്മൾ ഓക്സിലറി വേർബ് യൂസ് ചെയ്യാറില്ല. ഇനി നമ്മൾ ഈ ഒരു സെൻറ്റൻസിനെ തന്നെ നെഗറ്റീവ് ആക്കണമെങ്കിൽ നമ്മൾ സാധാരണ ഓക്സിലറി വേർബിനോട് നോട്ടാണ് ആഡ് ചെയ്യുന്നത്. സോ ഇവിടെ ഏതാണ് ഓക്സിലറി വേർബ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഇവിടെ നമ്മളിങ്ങനെ നോക്കിയാൽ നമുക്ക് ഓക്സിലറി വേർബ് കാണാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കുക, നമ്മൾ ഏതൊരു വേർബ് ബേസ് ഫോമിൽ കണ്ടാലും ഓർത്തോളുക, അത് ഡു പ്ലസ് ആ വേർബിന് പകരമായിട്ട് എഴുതിയിരിക്കുന്നതാണ്. അതായത് ഐ റൈറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഐ ഡു റൈറ്റ് എന്നാണ്. ഈ ഡൂവിനെയും റൈറ്റിനെയും കൂടെ കമ്പൈൻ ചെയ്താൽ റൈറ്റ് തന്നെ കിട്ടും. സോ ഐ റൈറ്റ്, ഞാൻ എഴുതുന്നു എന്ന് വരും. ഇനി അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പാടുന്നു എന്നെങ്ങനെ പറയും? വി സിങ്. ശരിക്കും ഇത് വി ഡു സിങ് ആണ്. പക്ഷെ ഡു പ്ലസ് സിങ് എന്ന് പറഞ്ഞാൽ സിങ് തന്നെയാണ്. ഏതൊരു വേർബിൻ്റെ കൂടെ ഡു ചേർത്താലും ആ വേർബ് തന്നെ കിട്ടും. സോ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കണം. കാരണം നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കണമെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടാക്കണമെങ്കിലും നമ്മൾ ഓക്സിലറി വേർബ് ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. സോ ഈ ഒരു ടെൻസിൽ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർബ് ബേസ് ഫോമിൽ അതേപടി അങ്ങ് ഒരു മാറ്റവും ഇല്ലാതെ എഴുതിയാൽ മതി. പക്ഷേ ഇനി സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, അതായത് ഹിയോ ഷിയോ ഇറ്റോ വരുവാണെങ്കിൽ എന്ത് വ്യത്യാസം വരും? അവിടെ നമുക്കറിയാം സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഏത് ഓക്സിലറി വെർബ് യൂസ് ചെയ്യണമെന്നാണ് പറഞ്ഞത്? ഡസ് അല്ലേ? അപ്പോൾ അവൻ എഴുതുന്നു എന്ന് എങ്ങനെയാണ് പറയുന്നത്? ഹി ഡസ് റൈറ്റ്. അവൻ എഴുതുന്നു, ഹി ഡസ് റൈറ്റ്. പക്ഷെ ഈ ഡസ് റൈറ്റ് എന്ന് നമ്മൾ ഈ ടെൻസിൽ പറയാറില്ല. അതിന് പകരം ഈ ഡസും റൈറ്റൂടെ നമ്മൾ കമ്പൈൻ ചെയ്യും. അപ്പോൾ എന്താകും? വേർബിൻ്റെ കൂടെ നമ്മൾ എസ് ഒ ഇ എസ് ഒ ആഡ് ചെയ്യണം. അപ്പോൾ റൈറ്റ് എന്നുള്ളത് റൈറ്റ്സ് എന്നാകും. ഹി റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അവൻ എഴുതുന്നു എന്നാണ് മീനിങ്. അങ്ങനെയാണെങ്കിൽ അവൾ പാടുന്നു എന്നെങ്ങനെ പറയും? ഷീ ഡസ് സിങ് എന്നാണ്. ഡസ് സിങ് കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് വരും? സിങ്സ് എന്ന് വരും. അതായത് സിങ്ങിൻ്റെ കൂടെ ഒരു എസ് കൂടെ ആഡ് ചെയ്യുക. സോ ഷീ സിങ്സ് എന്ന് പറഞ്ഞാൽ അവൾ പാടുന്നു എന്നാണ് മീനിങ്. ഈ 2 വേർബിൻ്റെ കൂടെ നമ്മൾ എസ് ആണ് ആഡ് ചെയ്തത് അല്ലേ? ഇപ്പം വേറൊരു എക്സാമ്പിൾ പറയുക. അവൻ പോകുന്നു എന്ന് പറയണം. പോവുക എന്ന് പറയുന്നത് ഗോയാണ് അല്ലേ? പക്ഷേ ഹീ സിംഗുലർ ആണ്. അതുകൊണ്ട് ഹി ഡസ് ഗോ. ഡസ് പ്ലസ് ഗോ എന്തായിട്ട് മാറും? ഗോസ് ആയിട്ട് മാറും. സോ ഹി ഗോസ് എന്ന് വരും. ഹി ഗോസ് എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു എന്നാണ് മീനിങ്. ഇനി അവൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്ന് പറയണ്ടെങ്കിൽ എങ്ങനെ പറയും? അവൾ എന്ന് പറയാൻ ഷീ, സംസാരിക്കുക എന്ന് പറയാൻ സ്പീക്കാണ്. അപ്പോൾ ഇവിടെ അവൾ എന്നുള്ളത് സിംഗുലർ ആണ്. അതുകൊണ്ട് തന്നെ
ഷീ സ്പീക്സ് എന്ന് വരും അല്ലേ. വേർബിൻ്റെ കൂടെ എസ്ഒ ഇഎസ്ഒ ആഡ് ചെയ്യണം. സോ ഷീ സ്പീക്സ് ഇംഗ്ലീഷ് എന്ന് വരും. സോ ഇവിടെ നമ്മൾ എപ്പോഴും സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർബും പ്ലൂറൽ ആയിരിക്കണം. വേർബ് പ്ലൂറൽ ആക്കാൻ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ആ ബേസ് ഫോമിലുള്ള വേർബ് അതേപടി എഴുതിയാൽ മതി. ഇനി സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബ് സിംഗുലർ ആയിരിക്കണം. ഒരു വേർബിനെ സിംഗുലർ ആക്കുന്നത് എങ്ങനെയാണ്? ബേസ് ഫോമിൻ്റെ കൂടെ എസ്ഒ ഇഎസ്ഒ ആഡ് ചെയ്യുക. ഇനി ഇവിടെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാം. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഇപ്പം വീട് എന്ന് പറയാൻ നമുക്കറിയാം ഹൗസ് എന്നാണ് പറയേണ്ടത്. പക്ഷെ വീടുകൾ എന്ന് പറയേണ്ടപ്പോൾ നമ്മൾ ഹൗസസ് എന്ന് പറഞ്ഞല്ലേ. അവിടെ നൗണിനെ പ്ലൂറലാക്കാൻ നമ്മൾ എസ് ആഡ് ചെയ്തു. പക്ഷെ ഇവിടെ വേർബിനെ സിംഗുലർ ആക്കാനാണ് നമ്മൾ എസ് ആഡ് ചെയ്യേണ്ടത്. ഇത് തമ്മിൽ തെറ്റിപ്പോകരുത്. വേർബിനെ സിംഗുലർ ആക്കാൻ എപ്പോഴും എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആദ്യം തന്നെ നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, ഞാൻ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നു എന്ന് പറയണം. അപ്പം നമുക്കറിയാം എല്ലാ ദിവസവും എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് പതിവായിട്ട് ചെയ്യുന്ന കാര്യമാണ്. സോ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യണം. ഞാൻ എന്നാ പറഞ്ഞല്ലേ. അപ്പോൾ എഴുന്നേൽക്കുക എന്നുള്ളതിന് നമുക്ക് 2 വേർബ് യൂസ് ചെയ്യാം. വേക്കപ്പ് എന്നും പറയാം, ഗെറ്റപ്പ് എന്നും പറയാം. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വേക്കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറക്കത്തിൽ നിന്നുണർന്ന് കണ്ണ് തുറക്കുക എന്നുള്ള മീനിങ്ങേ ഉള്ളൂ. പക്ഷെ ഗെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുക എന്നുള്ള ഒരു മീനിങ് ആണ്. സോ ഏത് വേണേൽ യൂസ് ചെയ്യാം. സോ ഇവിടെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ ഓർക്കുക. ആദ്യം സബ്ജക്റ്റ്, പിന്നെ വേർബ്, പിന്നെ അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഓബ്ജക്റ്റ്. സോ ഇവിടെ സബ്ജക്റ്റ് എന്താണ്? ഞാൻ, പിന്നെ വേർബ് അതെന്താണ്? എഴുന്നേൽക്കുക എന്നുള്ളതിന് ഗെറ്റപ്പ്. സോ ഐ ഗെറ്റപ്പ്. എല്ലാ ദിവസവും 5 മണിക്ക് എന്ന് പറയാൻ അറ്റ് 5 AM എവറി ഡേ. ഐ ഗെറ്റപ്പ് അറ്റ് 5 AM എവറി ഡേ. ഇവിടെ 5 മണിക്ക് എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്താൽ പറഞ്ഞത് അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ അറ്റ് എന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്തത്. സോ കൃത്യമായിട്ടൊരു സമയമുണ്ടെങ്കിൽ അവിടെ നമ്മൾ അറ്റാണ് യൂസ് ചെയ്യുന്നത്. എവറി ഡേ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും. സോ ഐ ഗെറ്റ് അപ്പ് അറ്റ് 5 AM എവറി ഡേ. ഇനി ഈ സെൻറ്റൻസ് തന്നെ അവൻ എല്ലാ ദിവസവും 5 മണിക്ക് എഴുന്നേൽക്കുന്നു എന്നാണെങ്കിൽ എന്ത് വ്യത്യാസം വരും? അവൻ എന്ന് പറയാൻ ഹീ, എഴുന്നേൽക്കുക എന്ന് പറയാൻ ഗെറ്റപ്പാണ്. പക്ഷേ നമുക്കറിയാം സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബും എങ്ങനെയായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. അപ്പം ഗെറ്റപ്പിനെ സിംഗുലർ ആക്കണം. സോ ഗെറ്റ് എന്നുള്ളത് ഗെറ്റ്സ് ആകും. ഹീ ഗെറ്റ്സ് അപ്പ് അറ്റ് 5 AM എവറി ഡേ. മനസ്സിലായല്ലോ? അവൻ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നു എന്നുള്ള മീനിങ് ആണ്. ഇനി അടുത്തത്, അവൻ ആഴ്ചയിൽ ഒരിക്കൽ ഷോപ്പിങ്ങിന് പോകുന്നു എന്ന് പറയണം. അവൻ ആഴ്ചയിൽ ഒരിക്കൽ ഷോപ്പിങ്ങിന് പോകുന്നു. ഇവിടെ ഷോപ്പിങ്ങിന് പോവുക എന്ന് പറയുന്നത് ഗോ ഷോപ്പിംഗ് എന്നാണ്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് എന്താണ്? ഹീ സിംഗുലർ ആണ്. അതുകൊണ്ട് വേർബിനെയും സിംഗുലർ ആക്കണം. വേർബിനെ സിംഗുലർ ആക്കുന്നത് എങ്ങനെയാണ്? ബേസ് ഫോമിൻ്റെ കൂടെ എസ്ഒ ഇഎസ്ഒ ആഡ് ചെയ്യുക. അപ്പോൾ ഗോ എന്നുള്ളത് എന്തായിട്ട് മാറും? ഗോസ് ആയിട്ട് മാറും. അപ്പോൾ ഹീ ഗോസ് ഷോപ്പിംഗ് എന്ന് വരും. ഹീ ഗോസ് ഷോപ്പിംഗ് എപ്പോഴാണ്? ആഴ്ചയിൽ ഒരിക്കൽ, വൺസ് എ വീക്ക്. വൺസ് എ വീക്ക് എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കൽ എന്നാണ്. സോ ഹീ ഗോസ് ഷോപ്പിംഗ് വൺസ് എ വീക്ക്. അവൻ ആഴ്ചയിൽ ഒരിക്കൽ ഷോപ്പിങ്ങിന് പോകാറുണ്ട് എന്നുള്ളൊരു മീനിങ് ആണ്. ഹീ ഗോസ് ഷോപ്പിംഗ് വൺസ് എ വീക്ക്. ഇനി അടുത്തത്, അവർ സാധാരണ വണ്ടി ഓടിച്ച് ജോലിക്ക് പോകുന്നു എന്ന് പറയണം. അപ്പോൾ വണ്ടി ഓടിച്ച് ജോലിക്ക് പോവുക എന്ന് പറയാം ഡ്രൈവ് ടു വർക്ക് എന്ന് പറയാം. ഡ്രൈവ് ടു വർക്ക്. അപ്പോൾ അവരെ എന്നാണ് പറയേണ്ടത് അല്ലേ. അപ്പോൾ ദേ ആണ്, അത് പ്ലൂറലാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് വേർബിന് മാറ്റമൊന്നും വരുത്തണ്ട. ഇവിടെ നമ്മൾ സാധാരണയായി എന്ന് പറഞ്ഞില്ലേ, ഈ സാധാരണയായി എന്ന് പറയുന്നത് യൂഷ്വലി എന്നാണ്. ഇതുപോലത്തെ വാക്കുകൾ വല്ലപ്പോഴും, എപ്പോഴും, ഇങ്ങനെയൊക്കെ പറയുന്ന വാക്കുകൾ നമ്മൾ എപ്പോഴും വേർബിന് മുമ്പായിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അവർ സാധാരണയായി വണ്ടി ഓടിച്ച് ജോലിക്ക് പോകുന്നു എന്നെങ്ങനെ പറയും? ദേ. സാധാരണയായി എന്ന് പറയാൻ യൂഷ്വലി എന്നാണ്, അത് വേർബിന് മുമ്പായിട്ട് ചേർക്കണം. സോ ദേ യൂഷ്വലി ഡ്രൈവ് ടു വർക്ക് എന്ന് പറയും. ദേ യൂഷ്വലി ഡ്രൈവ് ടു വർക്ക് എന്ന് പറഞ്ഞാൽ അവർ സാധാരണയായിട്ട് വണ്ടി ഓടിച്ച് ജോലിക്ക് പോകുന്നു എന്നാണ് മീനിങ്. ഇനി അനു എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറയണം. അതെങ്ങനെ പറയും? ഇവിടെ സബ്ജക്റ്റ് അനുവാണ്. അപ്പോൾ
അനു. ഇനി അടുത്തത് വേർബാണ്. ഇവിടെ ജോലി ചെയ്യുക എന്നുള്ളതിന് വർക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ അനു സിംഗുലർ ആയതുകൊണ്ട് വർക്ക് എന്നുള്ളത് വർക്ക്സ് എന്നാവും. അനു വർക്ക്സ്. എൻ്റെ കമ്പനിയിൽ എന്ന് പറയാൻ ഇൻ മൈ കമ്പനി എന്നാണ് പറയുന്നത്. സോ അനു വർക്ക്സ് ഇൻ മൈ കമ്പനി എന്ന് പറഞ്ഞാൽ അനു എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നു എന്നാണ് മീനിങ്. ഇനി പെർമനൻ്റ് ആയിട്ടുള്ള, അതായത് സ്ഥിരമായിട്ടുള്ള കാര്യങ്ങളില്ലേ, അതായത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലം, ഇതൊക്കെ പെർമനൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതെപ്പോഴും സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വേണം പറയാൻ. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഞാൻ കേരളത്തിൽ ജീവിക്കുന്നു എന്നെങ്ങനെ പറയും? ജീവിക്കുക എന്നുള്ളതിന് ലിവ് എന്ന് പറയാം. സോ ഐ ലിവ് ഇൻ കേരള എന്ന് പറഞ്ഞാൽ ഞാൻ കേരളത്തിൽ ജീവിക്കുന്നു എന്നാണ് മീനിങ്. ഐ ലിവ് ഇൻ കേരള. നമ്മൾ മെയിനായിട്ടുള്ള സ്ഥലങ്ങൾ, അതായത് ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ കാര്യം പറയുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനം, ജില്ലകൾ, ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ഇൻ എന്ന പ്രൊപ്പോസിഷനാണ് യൂസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ അവൾ പാരീസിലാണ് ജീവിക്കുന്നത് എന്നെങ്ങനെ പറയും? ഷീ ലിവ്സ് ഇൻ പാരീസ്. ഷീ സിംഗുലർ ആയതുകൊണ്ട് ലിവിൻ്റെ കൂടെ എസ് ചേർക്കുക. ഷീ ലിവ്സ് ഇൻ പാരീസ്. ഇനി നമുക്ക് അവൾ ഇൻഫോസിസിൽ ജോലി ചെയ്യുന്നു എന്ന് പറയണം. അപ്പോൾ അതെങ്ങനെ പറയും? ഷീ വർക്ക്സ് അറ്റ് ഇൻഫോസിസ്, അല്ലെങ്കിൽ ഷീ വർക്ക്സ് ഫോർ ഇൻഫോസിസ്. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു എന്ന് പറയേണ്ടപ്പം അവിടെ അറ്റ് അല്ലെങ്കിൽ ഫോർ എന്ന പ്രൊപ്പോസിഷനാണ് യൂസ് ചെയ്യേണ്ടത്. സോ ഇവിടെ ഒന്നുകിൽ ഷീ വർക്ക്സ് അറ്റ് ഇൻഫോസിസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഷീ വർക്ക്സ് ഫോർ ഇൻഫോസിസ് എന്ന് പറയാം. ഇനി ഭാവിയിൽ പ്ലാൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനും നമ്മൾ ഈ ടെൻസ് യൂസ് ചെയ്യാറുണ്ട്. അതായത് പ്ലെയിൻ 10 മിനിറ്റിനുള്ളിൽ പുറപ്പെടും. ഇത് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്, പക്ഷെ അത് പ്ലാൻഡ് ആയിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അത്തരം കാര്യങ്ങൾ പറയാനും നമ്മൾ ഈ ടെൻസ് യൂസ് ചെയ്യാറുണ്ട്. സോ അതെങ്ങനെ പറയും? പ്ലെയിൻ 10 മിനിറ്റിൽ പുറപ്പെടുന്നു. പുറപ്പെടുന്നു എന്ന് പറയാൻ ലീവ് എന്ന് പറയാം. പ്ലെയിൻ സിംഗുലർ ആണ്, അതുകൊണ്ട് ലീവിൻ്റെ കൂടെ എസ് കൂടെ ചേർക്കുക. സോ ദ പ്ലെയിൻ ലീവ്സ് ഇൻ 10 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ 10 മിനിറ്റിൽ പുറപ്പെടുന്നു എന്നാണ് മീനിങ്. ഇൻ 10 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ 10 മിനിറ്റിനുള്ളിൽ എന്നുള്ള മീനിങ് ആണ്. സോ ദ പ്ലെയിൻ ലീവ്സ് ഇൻ 10 മിനിറ്റ്സ്. ഒരു എക്സാമ്പിളോട് പറയാം. കട വൈകിട്ട് 5 മണിക്ക് തുറക്കും. ഇത് വൈകിട്ടത്തെ കാര്യമാണ്, ഫ്യൂച്ചറിലെ കാര്യമാണ്, പക്ഷെ അതും നമുക്ക് പ്ലാൻഡ് ആയതുകൊണ്ട് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ പറയാം. സോ തുറക്കുക എന്നുള്ളത് ഓപ്പൺ ആണ്, കട സിംഗുലർ ആണ്, അതുകൊണ്ട് എങ്ങനെ വരും? ദ ഷോപ്പ് ഓപ്പൺസ് അറ്റ് 5 PM എന്ന് പറയാം. ദ ഷോപ്പ് ഓപ്പൺസ് അറ്റ് 5 PM എന്ന് പറഞ്ഞാൽ കട വൈകിട്ട് 5 മണിക്ക് തുറക്കും എന്നുള്ള മീനിങ് ആണ്. സോ ഇതുവരെ നമ്മൾ കണ്ടത് പോസിറ്റീവ് സെൻറ്റൻസസ് ആണ് അല്ലേ? അപ്പോൾ ഇത്തരം സെൻറ്റൻസുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാമെന്ന് കരുതുന്നു. അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ ആകണം, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർബും പ്ലൂറൽ ആക്കണം. വെർബ് പ്ലൂറൽ ആണെങ്കിൽ അതിനെ ബേസ് ഫോമിൽ തന്നെ എഴുതിയാൽ മതി. പക്ഷേ സിംഗുലർ ആക്കാൻ നമ്മൾ എസ്ഒ ഇഎസ്ഒ ആഡ് ചെയ്യുക. ഇനി നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസിൻ്റെ കേസ് പറയാം. അവൾക്ക് എന്നെ അറിയില്ല എന്ന് പറയണം. അപ്പം നമ്മൾ സാധാരണ ഏതൊരു സെൻറ്റൻസിനെ നെഗറ്റീവ് ആക്കുന്നത് എങ്ങനെയാണ്? അവിടെയുള്ള ഓക്സിലറി വെർബ് ഏതാണോ അതിൻ്റെ കൂടെ നോട്ട് ആഡ് ചെയ്യണം. അപ്പം നമുക്കറിയാം പ്ലൂറൽ സബ്ജക്റ്റ് വരുമ്പോൾ ഡു എന്ന ഓക്സിലറി വെർബാണ് യൂസ് ചെയ്യേണ്ടത്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഡസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് പറയേണ്ടത് അവൾക്കെന്നെ അറിയില്ല എന്നാണ്. സോ അവൾക്കെന്നെ അറിയാമെന്നെങ്ങനെയാണ് പറയുന്നത്? അവൾ ഷീ, അറിയുക എന്ന് പറയുന്നത് നോയാണ്. അപ്പോൾ ഷീ സിംഗുലർ ആയതുകൊണ്ട് വെർബിനെ സിംഗുലർ ആക്കണം, എസ് ആഡ് ചെയ്യണം. ഷീ നോസ് മീ എന്ന് പറഞ്ഞാൽ അവൾക്കെന്നെ അറിയാം എന്നാണ്. ഷീ നോസ് മീ. അപ്പോൾ ഇപ്പം നമുക്കറിയാം ഈ നോസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഡസ് പ്ലസ് നോയ്ക്ക് പകരമായിട്ടാണ് നമ്മൾ നോസ് എന്ന് എഴുതിയത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഓക്സിലറി വെർബ് ശരിക്കും എന്താണ്? ഡസ്. അപ്പോൾ ഇതിനെ ഒരു നെഗറ്റീവ് ആക്കുമ്പോൾ അവൾക്ക് എന്നെ അറിയില്ല എന്ന് പറയേണ്ടപ്പോൾ ആ ഡസിൻ്റെ കൂടെ ഒരു നോട്ടോട് ഇടുക. അതെങ്ങനെ വരും? ഷീ ഡസ് നോട്ട് നോ മീ. ഷീ ഡസ് നോട്ട് നോ മീ എന്ന് പറഞ്ഞാൽ അവൾക്ക് എന്നെ അറിയില്ല എന്നാണ്. ഇവിടെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഡസ് നോട്ട് കഴിഞ്ഞ് നോ, അതായത് ബേസ് ഫോമിലായിരിക്കണം വേർബ് എഴുതേണ്ടത്, അല്ലാതെ നോസ് എന്ന് ഒരിക്കലും എഴുതരുത്. ഷീ ഡസ് നോട്ട് നോ മീ എന്നാണ് പറയേണ്ടത്. ഇനി നമുക്ക് പറയണം അവർ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാറില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കില്ല. അതെങ്ങനെ പറയും? ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക എന്ന് പറയാൻ ലിസൺ ടു മീ എന്നാണ് പറയേണ്ടത്. അപ്പോൾ
ഇവിടെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാറില്ല എന്നാണ് പറയേണ്ടത് അല്ലേ. അവർ പ്ലൂറലാണ്. അപ്പോൾ ദേ, ഇവിടെ നമുക്കറിയാം ഏത് ഓക്സിലറി വെർബാണ് യൂസ് ചെയ്യുന്നത്. ദേ പ്ലൂറൽ ആയതുകൊണ്ട് ഡു എന്ന ഓക്സിലറി വെർബാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടാണ് നോട്ട് ആഡ് ചെയ്യേണ്ടത്. സോ ദേ ഡു നോട്ട് ലിസൺ ടു മീ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാറില്ല എന്നാണ്. ദേ ഡു നോട്ട് ലിസൺ ടു മീ. ഇനി നമുക്ക് ഈ ഡു നോട്ടിനെ കമ്പൈൻ ചെയ്ത് ഡോണ്ട് എന്ന് പറയാം. ദേ ഡോണ്ട് ലിസൺ ടു മീ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാറില്ല എന്നാണ് മീനിങ്. ഇനി ഇത് തന്നെ അവൾ ആരും പറയുന്നത് കേൾക്കാറില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കാറില്ല എന്ന് പറയണമെങ്കിലോ, ആരും പറയുന്നത് കേൾക്കാറില്ല എന്ന് പറയാൻ ലിസൺ ടു എനിവൺ. എനിവൺ എന്ന് പറഞ്ഞാൽ ആരും പറയുന്നത് കേൾക്കാറില്ല എന്ന് പറയാനാണ് ലിസൺ ടു എനിവൺ. അവൾ എന്നാണ് പറയേണ്ടത് അല്ലേ. അപ്പോൾ ഷീയുടെ കൂടെ ഏത് ഓക്സിലറി വെർബാണ്? ഡസ്. ഷീ ഡസ് നോട്ട് ലിസൺ ടു എനിവൺ എന്ന് പറഞ്ഞാൽ അവൾ ആരും പറയുന്നത് കേൾക്കാറില്ല എന്നുള്ള ഒരു മീനിങ് ആണ്. ഈ ഡസ് നോട്ടിനെ ഷോർട്ടാക്കി നമുക്ക് ഡസിൻറ്റ് എന്ന് പറയാം. സോ ഷീ ഡസിൻറ്റ് ലിസൺ ടു എനിവൺ എന്ന് പറഞ്ഞാൽ അവൾ ആരും പറയുന്നത് ശ്രദ്ധിക്കാറില്ല എന്നാണ് മീനിങ്. ഇനി നമുക്ക് പറയണം ഞങ്ങൾ ഇറച്ചി മീറ്റ് കഴിക്കാറില്ല എന്ന് പറയണം. അപ്പോൾ അതെങ്ങനെ പറയും? ഞങ്ങൾ എന്ന് പറയാൻ വിയുടെ കൂടെ ഏത് ഓക്സിലറി വെർബാണ്? ഡു. അപ്പം വി ഡു നോട്ട് ഈറ്റ് മീറ്റ്. ഈറ്റ് എന്ന് പറഞ്ഞാൽ കഴിക്കുക, മീറ്റ് എന്ന് പറഞ്ഞാൽ ഇറച്ചി. അപ്പോൾ ഞങ്ങൾ ഇറച്ചി കഴിക്കാറില്ല എന്ന് പറയാനാണ് വി ഡു നോട്ട് ഈറ്റ് മീറ്റ്. വി ഡോണ്ട് ഈറ്റ് മീറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറച്ചി കഴിക്കാറില്ല എന്നാണ് മീനിങ്. ഇനി അടുത്തത്, ഞങ്ങൾ സ്കൂളിലേക്ക് നടന്നു പോകാറില്ല. അതെങ്ങനെ പറയും? സ്കൂളിലേക്ക് നടന്നു പോവുക എന്ന് പറയുന്നത് വാക്ക് ടു സ്കൂൾ എന്നാണ്. വാക്ക് ടു സ്കൂൾ. അപ്പോൾ നടന്നു പോകാറില്ല എന്നാണ് പറയേണ്ടത്. ഞങ്ങൾ വിയുടെ കൂടെ ഏത് ഓക്സിലറി വെർബാണ്? ഡു. വി ഡു നോട്ട് വാക്ക് ടു സ്കൂൾ. വി ഡു നോട്ട് വാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്കൂളിലേക്ക് നടന്നു പോകാറില്ല എന്നാണ് മീനിങ്. ഇനി അടുത്തത്, അവർ 10 മണിക്ക് മുമ്പ് ഉറങ്ങാറില്ല. അതെങ്ങനെ പറയും? അവർ എന്ന് പറയാൻ ദേ, അതിൻ്റെ കൂടെ ഡു എന്ന ഓക്സിലറി വെർബാണ്. നെഗറ്റീവ് ആയതുകൊണ്ട് ഡു നോട്ട് എന്ന് വരും, അതായത് ഡോണ്ട്. ദേ ഡോണ്ട്. ഉറങ്ങാൻ പോവുക എന്നെങ്ങനെയാണ് പറയുന്നത്? ഗോ ടു ബെഡ് എന്ന് പറയാം. 10 മണിക്ക് മുമ്പ് എന്ന് പറയാം ബിഫോർ 10 o'clock. സോ ദേ ഡോണ്ട് ഗോ ടു ബെഡ് ബിഫോർ 10 o'clock എന്ന് പറഞ്ഞാൽ അവർ 10 മണിക്ക് മുമ്പ് ഉറങ്ങാൻ പോകാറില്ല എന്നാണ് മീനിങ്. സോ ഈ ഒരു ടെൻസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതാണ്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് ഇതൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് അതിൻ്റെ ആൻസേഴ്സ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.